ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം മാറ്റമില്ലാത്ത തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളെ എവിടെ മുമ്പാകെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം തന്ന സകല നന്മകൾക്കുമായി ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുക. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ തിരുവചന വേദഭാഗം എഫേസ്യ ലേഖനത്തിൽ നിന്നുമാണ്. എഫേസ്യ ലേഖനത്തിൽ നാം തിരിച്ചു സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. തുടർമാനമായി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നതായ ചിന്ത 13-14 വേദവാക്യങ്ങളിൽ കൂടി അല്പമായി നിങ്ങളുമായി പങ്കുവയ്പ്പാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വി ആർ ഓൾ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. 13-14 തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ സത്യസുവിശേഷത്തിൽ വിശ്വസിപ്പാനും അത് കേൾക്കുവാനും ഭാഗ്യം ലഭിച്ചവരായ നമ്മുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി മുദ്രയായി നൽകിയിരിക്കുന്നു എന്നുള്ളതായ വേദഭാഗം. വി ആർ ഓൾ സീൽഡ് ബൈ ഹോളി സ്പിരിറ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ പ്രിയ ദൈവമക്കളുടെ മേലും അവൻ എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ അവൻ നൽകപ്പെട്ടിരിക്കുന്നു. അതാരാ നൽകിയിരിക്കുന്ന? സ്വർഗത്തിലെ ദൈവമാണ് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ മേൽ നൽകപ്പെട്ടതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തന്നിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ പുകഴ്ചയ്ക്കായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 14 വാക്യത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് യാഗമായി തീർന്നവന്റെ പുകഴ്ചയ്ക്കായി, ക്രിസ്തു യേശുവിന്റെ പുകഴ്ചയ്ക്കായി അവൻ നമ്മോട് അരുൾ ചെയ്തിട്ടുള്ളതാ, അവൻ നമ്മോട് കാണിച്ചു തന്നതായ സർവ്വവിധ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ പുകഴ്ചയ്ക്കായി അവൻ നമ്മെ പഠിപ്പിച്ചതായ, അവൻ നമുക്ക് മാതൃകയായി തന്നതായ ആ ജീവിതത്തിന്റെ പുകഴ്ചയ്ക്കായി നാം നിലനിൽക്കേണ്ടതിന്, പ്രൈസ് ഗോഡ്, നാം വീണ്ടും അടിമനുഖത്തിൽ അടിമപ്പെട്ടു പോകാതെ, പാപത്തിൽ നാം വീണു പോകാതെ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ രക്തത്തിന്, അവന്റെ രക്തത്തിന്റെ മഹത്വ അല്ലെങ്കിൽ അവന്റെ പുകഴ്ചയ്ക്കായി, അവന്റെ വിലയേറിയ രക്തത്തിന്റെ പങ്കാളികളായി തീർന്ന നാം ഒരിക്കലും വീണ്ടും പാപത്തിലേക്ക് അടിമപ്പെട്ടു പോകാതെ നമ്മെ ഉണർത്തിക്കുവാൻ, നമ്മെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി വഴി ഇതാകുന്നുവെന്ന് നമുക്ക് മാതൃക അല്ലെങ്കിൽ നമ്മെ അറിയിക്കുന്നതിന് വേണ്ടി സ്വർഗം നമ്മൾ എന്ത് നൽകിയിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുവാൻ തക്കവണ്ണം അവൻ നമ്മോട് കൃപ തോന്നി. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുവാൻ തക്കവണ്ണം അവന് നമ്മോട് മനസ്സിലിവ് തോന്നി. തിരുവചനം പഠിക്കുമ്പോൾ പിതാവിനോടും പുത്രനോടും സമത്വമുള്ള സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയുടെ മേൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമുക്ക്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ സർവശക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഈ സർവശക്തി ഉള്ള ദൈവം അവൻ നമ്മൾ മേലെ അവൻ എന്തു പകർന്നു തരുന്നു? അവന്റെ സർവജ്ഞാനത്തെയും അവൻ പകർന്നു തരുന്നു. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് അവൻ സർവജ്ഞാനിയാകുന്നുവെന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയും. നാം തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ അവയിൽ മറഞ്ഞിരിക്കുന്നതായ സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആ ജ്ഞാനത്തെ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവ് അവൻ സർവ്വവ്യാപിയാകുന്നു എന്നും നമുക്ക് തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അനന്യാസും സഫീറയും നിലമെല്ലാം വിറ്റ് പണവുമായി അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ ഉപയോഗിച്ചുവോ? പ്രൈസ് ഗോഡ്. പലപ്പോഴും നാമും പലതും ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കുന്നവരാ, അല്ലയോ? എന്നാൽ ഇതെല്ലാം ആര് കാണുന്നു, അറിയുന്നു? പരിശുദ്ധാത്മാവ് അറിയുന്നു. പരിശുദ്ധാത്മാവിനെ മറച്ചു വെച്ച് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നിന്നും നീ എടുത്തു കളയരുത്.
39 സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്. എന്താ പറയുക? 139 സങ്കീർത്തനം 7 വാക്യം, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? പ്രൈസ് ഗോഡ്, സ്തോത്രം. കാരണം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നീ അറിയുന്നു. എന്നെ നന്നായി ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവേ നീ ഒരുവൻ മാത്രമാ. അപ്പൊ നിന്നെ മറച്ച്, നിന്നെ കബളിപ്പിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ബോധ്യപ്പെട്ടതായ ദാവീദ് പറയുകയാണ്. എന്താ പറഞ്ഞത്? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഒരു ചോദ്യചിഹ്നം അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ മറച്ച് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ഈ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവരെയും നമുക്ക് കളിപ്പിക്കുവാനായിട്ട് പറ്റും. പ്രൈസ് ഗോഡ്. അവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് പലതും മൂടി വയ്ക്കുവാനായിട്ട് കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിനെ മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ ദൈവം തന്നെയാണ്, അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാകുന്നു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ഏവരെയും മുദ്രയിട്ടിരിക്കുന്ന ആരാലാണ്? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ ഗുണമായിരിക്കും. എങ്ങനെയായിരിക്കും? അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. പ്രൈസ് ഗോഡ്. ആദാമിലൂടെ നമ്മിലേക്ക് പ്രവേശിച്ചതായ പാപം, ആ പാപം സ്തോത്രം ഇന്ന് നിലനിൽക്കുക. ആ പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളതായ ബോധ്യം. അരുത്, നിങ്ങൾ പോകുന്ന വഴി തെറ്റാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന, നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ തെറ്റാകുന്നു. മാനുഷികമായി ഒരുപക്ഷെ നാം ശരിയെന്ന് തോന്നിയും പലതിലും നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ അച്ചാരമായി നൽകപ്പെട്ടതായ പരിശുദ്ധാത്മാവ്, നേർവഴിയിൽ നമ്മെ നടത്തുവാൻ തക്കവണ്ണം മുദ്രയിടപ്പെട്ടതായ പരിശുദ്ധാത്മാവ്, നാം പോകുന്ന വഴി തെറ്റായി പോകുമ്പോൾ, അല്ലെങ്കിൽ തെറ്റിന്റെ വഴിയിലേക്ക് നാം കാലുകൾ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നു, അരുത്. പ്രൈസ് ഗോഡ്. പാപത്തെക്കുറിച്ച് നമ്മെ ഉള്ളിലേക്ക് ബോധ്യം വരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ മനുഷ്യൻ മരിച്ചവനായി മാറി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മരിച്ചവനായിരുന്ന മനുഷ്യനെ കാൽവരിയിലെ യാഗത്താൽ ഒരുവൻ വീണ്ടെടുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചുള്ളതായ ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ സ്തോത്രം കീഴ്പ്പെട്ടുള്ളത് ആ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. അപ്പോൾ പാപത്തെക്കുറിച്ച് ഒന്നാമതായി പറയുക, പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം. രണ്ടാമതായി പറയുന്നു നീതി. പ്രൈസ് ഗോഡ്. ആരാ നമ്മുടെ നീതി? പുനരുത്ഥാനം ചെയ്തതായ നമ്മുടെ ക്രിസ്തു. പ്രൈസ് ഗോഡ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പനായ നമ്മുടെ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റതായ നമ്മുടെ ക്രിസ്തു. ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു, ആ ക്രിസ്തുവാണ് നമ്മുടെ നീതി. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോഴും, ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിന്റെ പാപത്തിനു വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു, നീ വീണ്ടും ഇനി പാപത്തിൽ പോകരുത്. പ്രൈസ് ഗോഡ്. ഇനി നീ വീണ്ടും പാപത്തിൽ അകപ്പെട്ടു പോയാൽ മറ്റൊരു യാഗമില്ല എന്നുള്ളതായ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആർക്കാ തരുന്നത്? പ്രിയദൈവമക്കളെ, ശരിയായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് തരുന്നത് കേട്ടോ. പ്രൈസ് ഗോഡ്, സ്തോത്രം. രക്ഷിക്കപ്പെട്ടു എന്ന് വെറുതെ പറയരുത് നാം ഒരിക്കലും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് നാം പറയണം. പ്രൈസ് ഗോഡ്. അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. നാം അവനെ അനുസരിക്കുന്നതിലൂടെ. അപ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മൂന്നാമതായി പറയുന്നു ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധ്യം വരുത്തുമെന്ന് പറഞ്ഞത്. അപ്പം ന്യായവിധി
ന്യായവിധി ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ന്യായവിധി സാത്താന് വേണ്ടിയിട്ടുള്ളത് ന്യായവിധി. സാത്താൻ എന്ന് പറയുമ്പോൾ സാത്താന് ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സാത്താന് കീഴ്പ്പെട്ട് സാത്താനെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ന്യായവിധി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയണം, സാത്താനെ ജീവിതം നയിച്ചിരുന്ന നമ്മെ ഏവരെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരുവന് നമ്മോട് കൃപ തോന്നി, അവന് നമ്മോട് മനസ്സലിവ് തോന്നി. ആ കൃപ തോന്നിയവൻ, വീണ്ടെടുത്തവൻ അച്ചാരമായി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അവൻ നൽകുവാൻ തക്കവണ്ണം, മുദ്രയായിട്ട് തരുവാൻ തക്കവണ്ണം അവന് നമ്മോട് കൃപ തോന്നി എന്ന് നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. എന്താ? നമ്മളെപ്പോഴും ഏത് കാര്യത്തിനും നമ്മൾ ഗ്യാരണ്ടി ചോദിക്കുന്നവരാ. അത് കർത്താവ്, ദൈവം അത് മുന്നമേ അറിഞ്ഞുകൊണ്ടാ. ഞാൻ ഈ വാക്യം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വേഗത്തിൽ കടന്നു വന്ന, നമ്മളെപ്പോഴും ഏത് കാര്യത്തിനും നമ്മൾ ഗ്യാരണ്ടി വയ്ക്കും, ഇല്ലേ? മനുഷ്യൻ്റെ ഒരു സ്വഭാവം അത്. നമ്മളൊരു പണം കൊടുത്താൽ അത് മടക്കി തരുമെന്ന് ഉള്ളതിന് എനിക്ക് എന്താ ഒരു ഉറപ്പ്? അതിനു വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ വൈറ്റ് പേപ്പറിൽ നമ്മൾ, അല്ലെങ്കിൽ മുദ്ര പേപ്പറുകളിലെല്ലാം നമ്മൾ ഒപ്പിടിച്ച് മേടിക്കുന്നവരാ, അല്ലെങ്കിൽ ചെക്ക് എല്ലാം നമ്മൾ ഒപ്പിട്ട് മേടിക്കുന്നവരാ. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഒരു ഗ്യാരണ്ടി എന്നോണം. എന്നാൽ ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് കഴിയത്തില്ല. മനുഷ്യർ നമ്മുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറ്റും. എന്നാൽ ദൈവം, അവന് ഒരു വാക്കേ ഉള്ളൂ, തൻ്റെ സ്വഭാവം അവന് മാറ്റാൻ പറ്റത്തില്ല. അവൻ്റെ വാക്ക് അവന് ഒരിക്കലും മാറ്റാനായിട്ട് അവന് സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, സ്തോത്രം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്മേല് അവൻ തൻ്റെ വാഗ്ദത്തമായ പ്രൈസ് ഗോഡ് പരിശുദ്ധാത്മാവിനെ, അവന് ഉവ്വ് എന്നുള്ള വാക്കിനെ അവൻ എന്തു ചെയ്തു? സ്തോത്രം, അവൻ നൽകുവാൻ അവൻ, ഹല്ലേലൂയ, സ്തോത്രം, അവന് സ്നേഹം തോന്നി, അല്ലെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകി. പ്രൈസ് ഗോഡ്. ഒരു കാര്യം തിരിച്ചറിയണം, രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല. കർത്താവ് നമ്മെ വീണ്ടെടുത്തു, അത് സത്യം തന്നെയാണ്. ഈ വീണ്ടെടുത്തവൻ, ഞാനൊരു കാര്യം ഇന്ന് പകൽക്കാലം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടു, യഥാർത്ഥമായി നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ്, അവൻ നമ്മെ മഹത്വീകരിക്കും. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നവൻ, മുൻ നിയമിച്ചവരെ അവൻ മഹത്വീകരിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷിതാവുമായി അംഗീകരിച്ചവരെ അവൻ മഹത്വീകരിക്കുക തന്നെ ചെയ്യും. Whoever he justify, definitely he glorify them. Praise God. അവനെ അനുസരിച്ചവരെ, അവനെ വിശ്വസിച്ചവരെ നിശ്ചയമായും അവൻ മഹത്വീകരിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. റോമലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പുത്രത്വത്തിനായി കാത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഞെരുങ്ങുന്ന ഒരവസ്ഥ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോമലേഖനം 8-ാം അധ്യായം, റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചന വേദഭാഗം, 8-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, അവിടെ നാം എന്താ കാണുന്നത്? നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ വീണ്ടെടുപ്പ് അത് നിശ്ചയമായും നാം യഥാർത്ഥമായി ക്രിസ്തുവിൽ
അല്ലെങ്കിൽ നമ്മെ ഉയർപ്പിച്ചവന്റെ ആത്മാവിൽ നാം വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതം ആ ഉയർപ്പിന്റെ അനുഭവത്തിനു വേണ്ടിയുള്ളതായിരിക്കണം. അതിനായി നാം ജീവിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും പ്രബോധിപ്പിക്കുന്നത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ചിന്തിച്ചതുപോലെ തന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് ബോധ്യം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സെക്യൂരിറ്റിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ രാജാക്കന്മാർ, ലോകത്തിന്റെ പ്രഭുക്കന്മാർ ഇടുന്നതായ മുദ്ര അത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? അത് മാറ്റപ്പെട്ടു പോകാം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എന്നാൽ സ്വർഗം നമുക്ക് ഇട്ടതായ മുദ്ര, ആ മുദ്രയെ നാം എപ്പോഴും തിരിച്ചറിയുന്നവരായിരിക്കും. ആ മുദ്രயின் കീഴിൽ വസിപ്പാൻ തക്കവണ്ണം എപ്പോഴും നാം കടപ്പെട്ടവരാണ്. ആ ഒരു ഉത്ബോധ്യത്തോടു കൂടി നാം ജീവിക്കുന്നവരായിരിക്കണം നാം ഏവരും. നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു സത്യം ഇത് മാത്രമാണ്: നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാകുന്നു എന്നുള്ളതായ ആ ചിന്ത, ആ വലിയ ബോധ്യം എപ്പോഴും നാം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കണം. നാം ഒരു കാലത്ത് അടിമ നുകത്തിൽ, പൈശാചിക നുകത്തിന് കീഴിലുള്ളവരായിരുന്നു. ആ നുകത്തിന്റെ ബന്ധനത്തെ ഒരുവൻ നമുക്ക് വേണ്ടി അഴിപ്പാൻ തക്കവണ്ണം നമ്മോട് സ്നേഹം ചെയ്തു, കരുണ ചെയ്തു, നമ്മോട് കൃപ കാണിച്ചു. ആ കൃപ കാണിച്ചവൻ വീണ്ടും ആ അടിമ നുകത്തിൽ നാം അടിമപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമ്മെ എപ്പോഴും ബോധ്യം വരുത്തുവാൻ തക്കവണ്ണം അവന്റെ ദിവ്യശക്തി, ദിവ്യ സ്നേഹം അവൻ നമ്മിലേക്ക് അച്ചാരമായി അവൻ തരുവാൻ തക്കവണ്ണം നമ്മോട് കൃപ ചെയ്തു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ മുദ്രയിട് തരുവാൻ തക്കവണ്ണം അവൻ നമ്മോട് ഇഷ്ടം തോന്നി. പ്രിയ ദൈവമക്കളെ, നാം രക്ഷയെക്കുറിച്ചുള്ളതായ സുവിശേഷം കേട്ടവരാ, സത്യവചനത്തെ നാം മനസ്സിലാക്കിയവരാ, നാം അനുസരിച്ചു ജീവിക്കുന്നുവെന്ന് നാം പറഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം എപ്പോഴും നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അനുസരിച്ചുള്ളതായ ഒരാത്മീക ജീവിതമായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം. നിത്യതയിൽ അവനോടുകൂടെ നാം കാണപ്പെടേണ്ടതിന്, ജീവിക്കേണ്ടതിന് പ്രിയ ദൈവമക്കളെ, അനുസരണയോടുകൂടി ജീവിപ്പാൻ നമ്മെ ആ അനുസരണ നമ്മുടെ ഉള്ളിൽ ബോധ്യം വരുത്തുവാൻ നമ്മിൽ നൽകപ്പെട്ടതായ, മുദ്രയിടപ്പെട്ടതായ പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ നമുക്കിടയാകട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവം അനുവദിച്ചാൽ തുടർമാനമായ അല്പകാര്യങ്ങൾ കൂടി ഇതിൽ നിന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. തിരുവചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണം, നിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വഴികളിലും നീ അവർക്ക് വഴികാട്ടിയായി കൂടിയിരിക്കണമേ. സകലവിധ നന്മകളാലും അവരനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.